അപ്പോൾ ബന്ദിപ്പോരിലെ ഏറ്റുമുട്ടലിൻ്റെ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം വിനീത വിജി ചേരും. അതേപോലെ ഈ ചങ്ങമ്പുഴ പാർക്കിലെ പൊതുദർശനത്തിൻ്റെ ദൃശ്യങ്ങളും പ്രേക്ഷകർക്ക് കാണാൻ വേണ്ടി ഒരു സ്ക്രീനിൽ നമ്മൾ കാണിച്ചു തരും. എന്നാൽ ഈ നടക്കുന്ന വാർത്ത ബന്ദിപ്പോരയിൽ നിന്ന് വരികയാണ്. ഇന്ത്യയും പാകിസ്ഥാനും നേർക്കുനേർ വരുന്ന ഒരു ചിത്രം ബന്ദിപ്പോരയിലുണ്ടോ എന്നറിയാൻ വിനീതയിലേക്ക്. വിനീത, എന്താണ് നമുക്ക് അവിടെ നിന്ന് ലഭിക്കുന്ന വിവരം? എസ്കെൻ, ബന്ദിപ്പോരയിലാണ് ഏറ്റുമുട്ടലുണ്ടായിരിക്കുന്നത്. അവിടെ ഭീകരർ ഒളിച്ചിരിക്കുന്നതായി സൈന്യത്തിന് വിവരം ലഭ്യമായിട്ടുണ്ടായിരുന്നു. തുടർന്നാണ് ആ മേഖലയിൽ സൈന്യം തെരച്ചിൽ നടത്തിയത്. ഈ തെരച്ചിലിനിടെയാണ് ഈ സൈന്യത്തിന് നേരെ ഭീകരർ വെടിയുതിർത്തത്. മേഖലയിൽ ഇപ്പോഴും ഭീകരരുടെ സാന്നിധ്യമുണ്ട് എന്ന വിവരം സൈന്യത്തിന് ലഭിച്ചിട്ടുണ്ട്. തുടർന്ന് ആ മേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള തെരച്ചിൽ പുരോഗമിക്കുകയാണ് സൈന്യത്തിന്റെ. ഒപ്പം തന്നെ വിവിധ മേഖലകൾ കേന്ദ്രീകരിച്ച അനന്താഗിലടക്കമുള്ള വിവിധ മേഖലകൾ കേന്ദ്രീകരിച്ച വലിയ സുരക്ഷാ കവചം സൈന്യം തീർത്തിരിക്കുകയാണ്. ആ മേഖലകളിലൊക്കെ തന്നെ കൃത്യമായിട്ടുള്ള തെരച്ചിലും പരിശോധനയും ഇപ്പോഴും തുടരുകയാണ്. ഇങ്ങനെയാണ് സൈന്യത്തിന്റെ വിവരം ലഭ്യമായിട്ടുണ്ടായിരുന്നത്. ഈ ബന്ദിപ്പോരയിലും സമാനമായിട്ടുള്ള ഒരു ഭീകരരുടെ സാന്നിധ്യമുണ്ട് എന്ന വിവരം ലഭ്യമായിട്ടുണ്ടായിരുന്നു. ബന്ദിപ്പോരിലെ കുൽനാറിലാണ് ഈ ഏറ്റുമുട്ടലുണ്ടായിരിക്കുന്നതെന്നാണ്. ഇപ്പോൾ ആ മേഖലയിൽ സൈന്യത്തിന്റെ തിരച്ചിൽ തുടരുകയാണ്. ഒപ്പം തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട മൂന്ന് ഭീകരരുടെ രേഖാചിത്രങ്ങൾ അന്വേഷണ സംഘം പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. ഇതിൽ 2 പേർ പാകിസ്ഥാനിൽ നിന്നുള്ള ഭീകരരാണെന്ന് അന്വേഷണ സംഘം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഹാഷിം മൂസ ഒപ്പം അലിഭായ് എന്നിവരാണ് ഈ പാക് ഭീകരരെന്ന് ജമ്മു കാശ്മീർ പോലീസ് സ്ഥിരീകരിച്ചിരിക്കുകയാണ്. ഒപ്പം ഈ 2 വർഷം മുമ്പാണ് ഇരുവരും ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറിയതെന്നും കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്ക് വിവരം ലഭ്യമായിട്ടുണ്ട്. ഇരുവർക്കുമൊപ്പം കാശ്മീർ സ്വദേശിയായ ആദിൽ ഹുസൈൻ തോക്കറും ഭീകരാക്രമണത്തിൽ പങ്കെടുത്തതായി പറയുന്നുണ്ട്. ജമ്മു കാശ്മീർ പോലീസാണ് ഈ സ്ഥിരീകരണം നടത്തിയിരിക്കുന്നത്. ഇവരുടെ 3 പേരുടെയും ഈ 3 ഭീകരരുടെയും രേഖാചിത്രങ്ങളും ഇവരുടെ ദൃശ്യങ്ങളും അടക്കം അന്വേഷണ സംഘത്തിന്റെ പക്കലുണ്ട്. ഇവരെ കേന്ദ്രീകരിച്ച് തന്നെയാണ് അന്വേഷണം നടത്തുന്നത്. ഈ ഹാഷിം മൂസ മുമ്പും ഭീകരാക്രമണം നടത്തിയിട്ടുള്ളതായും കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്ക് വിവരം ലഭ്യമായിട്ടുണ്ട്. ജമ്മു കാശ്മീരിലെ വിവിധ മേഖലകളിൽ ഇപ്പോഴും ഭീകരർക്കായി തെരച്ചിൽ തുടരുകയാണ്. ഓക്കെ, താങ്ക് യു വിനീത വിജി. ഇപ്പോൾ ശ്രീനഗറിൽ നിന്ന് ബൽറാം നെടുങ്ങാടി കൂടി ചേരുകയാണ്. ബന്ദിപ്പോരയിലെ ഏറ്റുമുട്ടലിൻ്റെ കൂടുതൽ വിവരങ്ങൾ നൽകാൻ ബൽറാമിന് കഴിയും. ബൽറാം, ഇപ്പോൾ ഇടപ്പള്ളി ചങ്ങമ്പുഴ പാർക്കിൽ രാമചന്ദ്രൻ്റെ മൃതദേഹം പൊതുദർശനത്തിൽ വെച്ചിരിക്കുകയാണ്. നൂറുകണക്കിന് ആളുകൾ എത്തുന്നു. അദ്ദേഹത്തിൻ്റെ മൃതദേഹം കാണുമ്പോൾ നമുക്ക് ഈ പഹൽഗാമിൽ നടന്ന കൂട്ടക്കൊലയുടെ കാണാൻ സുഖകരമല്ലാത്ത ചിത്രം ഓർമ്മ വരുന്നു. പറയൂ ബൽറാം. എസ്കെൻ, ബന്ദിപ്പോരയിൽ ഇന്ന് പുലർച്ചെയാണ് ഏറ്റുമുട്ടലുണ്ടായത്. ഈ പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ തന്നെ ജമ്മു കശ്മീരിലെ ഭീകരവാദികളുടെ സാന്നിധ്യമുള്ള പ്രദേശങ്ങൾ സംബന്ധിച്ചുള്ള പൂർണ്ണമായ റിപ്പോർട്ട് വിവിധ രഹസ്യാന്വേഷണ ഏജൻസികൾ ജമ്മു കശ്മീർ പോലീസിനും മറ്റ് സുരക്ഷാ സേനകൾക്കും നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ നടത്തുന്ന തിരച്ചിലിനിടെയാണ് ഈ ബന്ദിപ്പോരയിലും ഏറ്റുമുട്ടൽ ഉണ്ടായത്. 2 ദിവസമായി ബന്ദിപ്പോര മേഖലയിൽ ഉൾപ്പെടെ സൈന്യം തെരച്ചിൽ നടത്തുന്നുണ്ട്. അതിനിടെ ഒളിച്ചിരുന്ന ഭീകരവാദികൾ വെടിയുതിർക്കുകയായിരുന്നു. എന്നാൽ ഏതാനും നിമിഷങ്ങൾ മാത്രമാണ് ഈ ഒരു ഏറ്റുമുട്ടൽ ഉണ്ടായത് എന്നും അതിനുശേഷം പിന്നീട് ഭീകരവാദികൾ സമീപത്ത് എവിടെയോ ഒളിച്ചു എന്നുമാണ് ഈ സുരക്ഷാ സേനയിൽ നിന്നും ലഭിക്കുന്ന വിവരം. ഈ പ്രദേശത്ത് തെരച്ചിൽ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. വ്യാപക തെരച്ചിൽ ഈ പ്രദേശത്ത് നടത്തുന്നു. ഈ ഒരു ഏറ്റുമുട്ടലിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ സുരക്ഷാ ഉദ്യോഗസ്ഥരെ ഈ മേഖലയിൽ വിന്യസിച്ചിട്ടുണ്ട്. ഭീകരവാദികൾ ഒളിച്ചിരിക്കുന്നുണ്ട് എന്ന് സംശയിക്കപ്പെടുന്ന കെട്ടിടങ്ങൾ അത് പൂർണ്ണമായും പരിശോധിച്ചുള്ള കോമ്പിംഗ് ഓപ്പറേഷനാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഭീകരവാദികൾ പിടിയിലാകും എന്ന ഒരു പ്രതീക്ഷ തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട സുരക്ഷാ ഏജൻസികൾ പങ്കുവയ്ക്കുന്നത്. അതിനായുള്ള എല്ലാ ഊർജിത ശ്രമങ്ങളും നടത്തിയിട്ടുണ്ട് എന്നും കൂടുതൽ സേനാ വിന്യാസം ഈ പ്രദേശത്ത് നടത്തിയിട്ടുണ്ട് എന്നുമാണ് സുരക്ഷാ സേന ഇതുമായി ബന്ധപ്പെട്ട് നൽകുന്ന വിവരം. എസ് കെ എൻ. ബൽറാം നെടുങ്ങാടിയാണ് ശ്രീനഗറിൽ നിന്ന് ചേർന്ന്